ഹായ് ഫ്രണ്ട്സ്, ഇന്നെത്തിയിരിക്കുന്നത് ഒരു കൂപ്പർ എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ടാണ്. കോൾഡ് സ്റ്റാർട്ടിങ് 50 വർഷം പഴക്കമുള്ളൊരു കൂപ്പർ എഞ്ചിൻ 10 വർഷമായിട്ട് സ്റ്റാർട്ടാകാതെ കിടക്കുന്നു. ആ എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോസാണ് ഇന്ന്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ 50 വർഷം പഴക്കമുള്ള എഞ്ചിൻ. 50 വർഷം പഴക്കമുള്ള കൂപ്പർ എഞ്ചിനാണ്. ഒരു ജീപ്പിൽ നിന്ന് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 10 വർഷത്തോളം എടുക്കാതിരുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു പഴമ ഈ എഞ്ചിന് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ലപോലെ വൃത്തിയാക്കേണ്ട ആവശ്യകത അത്യാവശ്യം തന്നെയാണ്. ശരിക്കും നല്ല രീതിയിൽ വൃത്തിയാക്കി പൊടിയൊക്കെ കളഞ്ഞെടുത്ത് വേണം സാധനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള നമ്മുടെ ചേട്ടന്മാർ ശരിക്കും അത് റെഡിയാക്കുന്നുണ്ട്. നെവർ ബ്രേക്ക് വെഞ്ചർ സീരീസ് ബ്രോക്കൺ ഗ്യാരണ്ടി ഫോർ കാണാം കൂപ്പർ അടുത്ത നമ്മളൊന്നുമില്ല. ഇപ്പം തൊട്ടടിച്ച് അത് ഈ ആ കമ്പനിയുടെ അത് ശരിക്കും കൂപ്പർ MB-C4 എന്നാണ് ഈ എഞ്ചിൻ്റെ പേര്. ശരിക്കും 3153 cc പവറുള്ള എഞ്ചിനാണ്. ഈ എഞ്ചിൻ വന്നിരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ FC360D പിക്കപ്പിലും CJ560D ജീപ്പിലുമാണ് ഈ എഞ്ചിൻ വന്നിരുന്നത്. പഴയ കാലത്ത് നല്ല ഫേമസ് ആയ വണ്ടികളായിരുന്നു ഈ രണ്ട് വണ്ടികളും. കാരണം ടോർക്കായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. അസാമാന്യമായ ടോർക്കായിരുന്നു ഈ രണ്ട് വണ്ടികളിലും ഈ എഞ്ചിൻ നൽകിയിരുന്നത്. അതുപോലെ ഈ രണ്ട് വണ്ടികളും നല്ല ഫേമസ് ആയിരുന്നു. പ്രത്യേകിച്ചും ഹൈ റേഞ്ച് സ്ഥലങ്ങളിൽ കൂടുതലും ജീപ്പിൽ ലോഡ് അടിക്കുവാൻ വേണ്ടി ഈ എഞ്ചിനുള്ള വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്പീഡിൻ്റെ കാര്യത്തിലും സഡൻ പിക്കപ്പിൻ്റെ കാര്യത്തിലും ഈ എഞ്ചിൻ വളരെ പിന്നോക്കമായിരുന്നു. പക്ഷേ അസാമാന്യമായ ടോർക്കായിരുന്നു ഈ എഞ്ചിൻ നൽകിക്കൊണ്ടിരുന്നത്. ഈ 560D ജീപ്പ് ഹൈ റേഞ്ചിലൊക്കെ അസാമാന്യ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള വണ്ടികളാണ്. ഈ കൂപ്പിൽ നിന്നൊക്കെ തടികൾ കൊണ്ടുവരാനും ജീപ്പിൽ വാൽമാക്രിയിലൊക്കെ ഈ എഞ്ചിനൊക്കെ കയറ്റി തടി അടിക്കാനൊക്കെ കണ്ടമാനം ഈ ഹൈ റേഞ്ച് മേഖലയിലൊക്കെ ഈ എഞ്ചിൻ പല ജീപ്പുകളിലൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു ഹെവി എഞ്ചിനാണ്. കുന്നും മലയും കയറാൻ ഇവനെ കഴിഞ്ഞ ആളില്ല. പവർ വളരെ കൂടുതലാണ്. പക്ഷേ ഒരു സ്ഥലത്ത് ഓടിയെത്താനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ടോർക്ക് എഞ്ചിനായതുകൊണ്ട് വലിച്ച് ഇവിടെ എത്തത്തുള്ളൂ. റോഡ് റോളറിലും ഇതേ എഞ്ചിനാണ് ഉള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്രയ്ക്കും പവറാണ് ഈ എഞ്ചിൻ. ഇതിൻ്റെ ഗിയർ ബോക്സ് 3+1 ഗിയർ ബോക്സാണ്. 3+1 4 വീൽ ഡ്രൈവ് ഗിയർ ബോക്സാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. ആ ഗിയർ ബോക്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗിയർ ബോക്സിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് എടുത്ത് നമുക്ക് വണ്ടിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഡീസൽ ഫിൽറ്റർ ഒരു കമ്പിയിൽ ഇവിടെ സൈഡിൽ വെച്ച് കെട്ടുവാണ്. പക്ഷേ പണി കിട്ടി. അതായത് എൻ്റെ കേബിളുകളെല്ലാം ലീക്കാണ്. എല്ലാം കിടന്ന് ചതഞ്ഞത് സാധനം പോയി. ഒരു കേബിൾ പോലും ലീക്കില്ലാതില്ല. അപ്പോൾ ഇനിയും ഡീസൽ ഫിൽറ്റർ വഴി നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരിട്ട് ഡീസൽ അങ്ങ് കൊടുത്തിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. നേരിട്ട് ഡീസൽ എഞ്ചിനിലേക്ക് കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. നേരിട്ട് ഡീസലിൻ്റെ പൈപ്പ് നമ്മൾ ജാറിനകത്തുനിന്ന് എഞ്ചിനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പമ്പ് ചെയ്ത് നോക്കുവാണ്. പമ്പിങ് നടക്കുന്നുണ്ട്. പമ്പിങ്ങിന് കുഴപ്പമൊന്നുമില്ല. സാധനമൊക്കെ വർക്കിംഗ് ആണ്. പമ്പ് ചെയ്ത് നോക്കുവാണ്. ഡീസൽ നല്ല രീതിയിലാവും വരാൻ വേണ്ടി ശരിക്കും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്ര നാൾ 10 വർഷത്തോളം അനങ്ങാതെ കിടന്ന കാരണമായിരിക്കും. ഓക്കെ ഡീസൽ നമുക്ക് നല്ല രീതിയിൽ പമ്പായി വരുന്നുണ്ട്. ഡീസലിൻ്റെ എഞ്ചിനിൽ ഇരുന്ന ഓസുകളെല്ലാം അഴുക്കായിരുന്നു. കാരണം പുതിയൊരു ഓസ് അതിനകത്തിട്ട് ഇട്ടിട്ട് നമ്മൾ പമ്പ് ചെയ്ത് നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന്. പമ്പിങ് നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഡീസൽ നല്ല രീതിയിൽ കയറുന്നുണ്ട്. പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ഇനി സ്റ്റാർട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി ഒരു ബൊലേറോയുടെ ബാറ്ററിയാണ്. സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അങ്ങോട്ട് പിടിക്കുന്നില്ല. സാധനം അങ്ങോട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. എടുക്കുന്നില്ല. പമ്പ് ചെയ്തുകൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ്. പമ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു. രക്ഷയില്ല.
ഇനി സ്വല്പം പെട്രോൾ നമ്മൾ നമ്മുടെ എയർ ഇൻടേക്കിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുവാണ് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അതിൽ കയറി സ്റ്റാർട്ടായി പിടിക്കുമെന്നുള്ളത്. ഇങ്ങനെ അടിച്ചിട്ടും രക്ഷയില്ല, സാധനം പിടിക്കുന്നില്ല. പക്ഷേ പുകയൊക്കെ വരാൻ തുടങ്ങി. അപ്പം ചെറിയ പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളെ കാണിക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ബാറ്ററി പോരാ എന്നുള്ളതാണ് ഒരു തോന്നൽ. ബാറ്ററി കാരണം അത് ബൊലേറോയുടെ ബാറ്ററിയാണ്. ഇത്രയും ഹൈ പവറുള്ളൊരു എഞ്ചിൻ ആ ബാറ്ററിയിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതും ഇത്രയും 10 വർഷത്തോളം എടുക്കാതിരുന്ന ഒരു എഞ്ചിനായ കാരണം. ഇനി നമ്മൾ ഒരു 540യുടെ PG0 എഞ്ചിൻ്റെ ഒരു ബാറ്ററി അഴിച്ചു. ഇനി അത് വെച്ചൊന്ന് നോക്കുകയാണ്. അതിപ്പോൾ അഴിച്ചുകൊണ്ട് വരികയാണ്. അത് അഴിച്ചുകൊണ്ട് വന്ന് അത് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ 540യുടെ ബാറ്ററി ഇപ്പോൾ കണക്ട് ചെയ്തു. ഇനിയും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് കാര്യം അറിയാം. സാധനം ആ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റേതായ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. ഒരു പവർ എഞ്ചിന് കിട്ടുന്നുണ്ട്. നല്ലപോലെ എഞ്ചിന് പിടിക്കാൻ തുടങ്ങി. പുകയൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതേൽ എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. എന്നാലും ഒന്നുകൂടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതേൽ ഇപ്പോൾ നമുക്ക് നോക്കാം ഇതേൽ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ സക്സസ്. നമ്മുടെ പരിപാടി സക്സസ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കൂപ്പർ എഞ്ചിൻ 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൂപ്പർ എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു എഞ്ചിൻ 10 വർഷങ്ങളോളം സ്റ്റാർട്ടാകാതെ കിടന്ന എഞ്ചിൻ നമ്മളിപ്പോൾ എടുത്തത് സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ജീപ്പിനെ മരിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളതിനെ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. എഞ്ചിൻ്റെ ആ സൗണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ശരിക്കും റോഡ് റോളറുടെയൊക്കെ വണ്ടിയുടെ സെയിം വിരളിച്ച ശബ്ദമാണ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഈ എഞ്ചിൻ തന്നെയാണ് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അതേ ടോർക്ക് എഞ്ചിനല്ലേ ഈ സാധനം. ആ ഒരു പവറും എല്ലാം നമുക്ക് ഈ സൗണ്ടിനകത്തൂടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സന്തോഷമായില്ലേ? ചിരിയാണോ? അപ്പൊ ഇത് ചെലവ് ചെലവുണ്ട് പോനെ. നമ്മുടെ എഞ്ചിൻ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് എഞ്ചിൻ വന്ന നമ്മുടെ മിച്ചമുള്ള സാധനം. ഇതാണ് ബാറ്ററിയുടെ ബ്രാക്കറ്റ്. അതെ, ഇതാണ് നമുക്കിനി മിച്ചമുള്ള അതിനകത്ത് ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി റീസ്റ്റോറേഷനൊക്കെ പുറകെ വരും. ഓക്കെ, ബൈ.